ഹലോ, ഗുഡ് മോർണിംഗ്. എന്ത് പറയുന്നു എല്ലാവരും? സന്തോഷമായിട്ടിരിക്കുന്നോ? ഫസ്റ്റ് സെമിസ്റ്ററിൻ്റെ പരീക്ഷ കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷയൊക്കെ? എല്ലാവരും നല്ലതായിട്ട് എഴുതിയോ? നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നോ? പരീക്ഷ എഴുതാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ അല്ലേ? അപ്പോൾ നമ്മളിനി പുതിയ സെമിസ്റ്ററിലേക്ക് കടക്കുകയാണ്. ഡിസംബർ മാസം തുടങ്ങുകയാണ്. നമുക്കറിയാം നമ്മുടെ പുതിയ ആരാധനാ വത്സരം ആരംഭിച്ചു കഴിഞ്ഞു. നവംബറിൽ ആരംഭിച്ചു. ഇപ്പം നമ്മൾ ഇനി ആദ്യത്തെ ആരാധനാ വത്സരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയത്തേക്ക് നമ്മൾ വരികയാണ്. അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ സെമിസ്റ്റർ ആരംഭിക്കുകയാണ്. അപ്പോൾ ആദ്യ സെമിസ്റ്ററിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് തന്നെ ഒരു തോന്നലുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ മാറ്റി നമ്മൾ രണ്ടാമത്തെ സെമിസ്റ്ററിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് എല്ലാം ഈശോയിൽ സമർപ്പിച്ച് നമ്മുടെ പഠനത്തെ, നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ ഒക്കെ ഈശോയിൽ സമർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. അപ്പം നിങ്ങൾ എണീറ്റ് നിന്നേ. ശരി, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങൾക്ക് വീണ്ടും ഒരു പുതിയ പഠനകാലം തന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, കഴിഞ്ഞ പാഠഭാഗങ്ങൾ നന്നായി പഠിക്കുവാനും നന്നായി പരീക്ഷ എഴുതുവാനും നന്നായി അതിൻ്റെ ഫലം ആസ്വദിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിച്ച കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, ഇനിയുമുള്ള പാഠഭാഗങ്ങൾ പൂർണ്ണ മനസ്സോടുകൂടി മനസ്സിലാക്കുവാനും വളരെ സ്നേഹത്തോടെ അങ്ങയെ അറിയുവാനും അതിന് ഞങ്ങളുടെ ഈ പഠനഭാഗങ്ങൾ കാരണമാകുവാനും അങ്ങ് അവസരമൊരുക്കണമേ. ആമേൻ, ആമേൻ. അപ്പോൾ നമ്മുടെ പുസ്തകത്തിൻ്റെ പേരൊന്നും മറന്നില്ലല്ലോ. കാരുണ്യവാനായ ദൈവത്തിന് സ്തുതി. അപ്പം നമ്മൾ ആദ്യത്തെ സെമിസ്റ്ററിൽ എന്താ പഠിച്ചത്? ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതും അവിടെ നിന്ന് മനുഷ്യൻ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതും അങ്ങനെ പുറത്താക്കപ്പെട്ട മനുഷ്യനോടുള്ള പ്രത്യേകമായ സ്നേഹം കൊണ്ട് കാരുണ്യവാനായ ദൈവം രക്ഷകനെ വാഗ്ദാനം ചെയ്യുന്നതും അതിനുവേണ്ടി പഴയ നിയമത്തിൽ രക്ഷകൻ്റെ വരവിന് വേണ്ടി ജനങ്ങളെ ഒരുക്കുന്നതുമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അവർ ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ കടന്നുപോയി. പല സമയങ്ങളിലും അവർ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ഈ അകന്നുപോയ സമയത്തെല്ലാം തന്നെ കാരുണ്യവാനായ സ്നേഹപിതാവായ ദൈവം അവരെ തന്നോട് ചേർത്ത് നിർത്താനായിട്ട് പല ആൾക്കാരെ അവർക്ക് നൽകി. അങ്ങനെ മോശ വഴി, പിന്നീട് പ്രവാചകന്മാർ വഴി, രാജാക്കന്മാർ വഴി, അങ്ങനെ ധാരാളം ആൾക്കാരെ ദൈവം ദൈവത്തിൻ്റെ ആളുകളായിട്ട് ജനങ്ങളുടെ അടുത്തേക്ക് വിടുന്നു. ജനങ്ങളെ ദൈവകരുണയോടെ ചേർത്ത് നിർത്തുന്നു. അങ്ങനെ കാലത്തിൻ്റെ പൂർത്തീകരണത്തിൽ, ആ പൂർത്തിയായ അവസരത്തിൽ രക്ഷകനായ ഈശോ ബേത്ലഹേമിൽ ജനിക്കുന്നു. അപ്പോൾ ഈശോയുടെ പരസ്യ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട 2-3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഈശോ ഉപമകൾ വഴിയാണ് ജനങ്ങളോട് സംസാരിച്ചതല്ലേ? അപ്പോൾ അങ്ങനെ ജനങ്ങളുമായി അല്ലെങ്കിൽ ആൾക്കാർക്ക് പല വലിയ കാര്യങ്ങളും നല്ല കഥയുടെ രൂപത്തിൽ പറഞ്ഞു കൊടുത്തപ്പോൾ അന്നത്തെ ഈശോ സംസാരിച്ചവർ കൂടുതലും മുക്കുവരും അതുപോലെ വലിയ പാണ്ഡിത്യമൊന്നും ഇല്ലാത്തവരായിരുന്നു. അപ്പോൾ അവർക്ക് ലളിതമായ ഭാഷയിൽ വേണമായിരുന്നു പറഞ്ഞു കൊടുക്കാൻ. അതുകൊണ്ടാണ് ഈശോ കഥകൾ ധാരാളമായിട്ട് ഉപയോഗിച്ചത്. അപ്പോൾ അങ്ങനെ കഥകളിലൂടെ ഈശോ നല്ല ഇടയനെ പറ്റി പറഞ്ഞു, സമരിയാക്കാരൻ്റെ ഉപമ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചതാണ് സക്കേവൂസിൻ്റെ മാനസാന്തരത്തെ പറ്റി പറഞ്ഞു. അപ്പോൾ അങ്ങനെ കുറേ ദൈവം എത്രമാത്രം കാരുണ്യവാനാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഈ പുതിയ സെമിസ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് വേറൊരു നമുക്ക് വളരെ സുപരിചിതമായ ഒരു കഥയാണ്. അപ്പോൾ ഇത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിലാണ് നമ്മളിത് കൃത്യമായിട്ട് വായിക്കുക. നിങ്ങളുടെ പുസ്തകത്തിൽ തന്നിരിക്കുന്ന റെഫറൻസ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷമാണ്. ഈ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇതിനകത്ത് 3 പ്രധാനപ്പെട്ട ഉപമകളാണ് പറയുക. 3 പ്രധാനപ്പെട്ട ഉപമകൾ. ഒന്നാമത്തേത്
അനുതപിച്ച്, അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ എന്താ? അനുതപിച്ച് തിരികെ വരുന്ന പാപിയെ പറ്റി സ്വർഗത്തിനുണ്ടാകുന്ന സന്തോഷം. അതാണ് ലൂക്കായുടെ ഈ സുവിശേഷത്തിൽ പറയുക. അപ്പോൾ ഈ 3 ഉപമകളുള്ള അധ്യായത്തിലെ ഒന്നാമത്തെ ഉപമയെന്ന് പറയുന്നത് കാണാതെ പോയ ആടിൻ്റെ ഉപമയാണ്. അപ്പോൾ 100 ആടുണ്ടായിരുന്നു, 99 ഇടയൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരെണ്ണം നഷ്ടപ്പെട്ടു. അപ്പോൾ ഇടയൻ എന്ത് ചെയ്തു? 99 വിട്ടിട്ട് കാണാതായതിനെ തിരക്കി നടന്നു. എന്നിട്ട് കണ്ടു കിട്ടിയപ്പോൾ അതിനെ കൊണ്ടുവന്നിട്ട് മറ്റുള്ളവരോട് പറഞ്ഞു, ഈ കാണാതെ പോയത് കിട്ടി എന്ന് പറഞ്ഞിട്ട് എല്ലാവരോടും ഒത്ത് സന്തോഷിച്ചു. രണ്ടാമത്തെ ഉപമ കാണാതായ നാണയമാണ്. ഒരു സ്ത്രീക്ക് 10 നാണയം ഉണ്ടായിരുന്നു. അതിലൊരെണ്ണം കാണാതെ പോയി. അവർ ബാക്കി 9 അവിടെ വെച്ചിട്ട് ആ ഒരെണ്ണത്തിന് വേണ്ടി തിരഞ്ഞു. കിട്ടിയപ്പോൾ അത് കിട്ടി എന്ന് മറ്റുള്ളവരെ അറിയിച്ച് അവരോടൊത്ത് സന്തോഷിച്ചു. ആ അധ്യായത്തിൽ പറയുന്ന 3ാമത്തെ ഉപമയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്, ധൂർത്തപുത്രൻ്റെ ഉപമ. നമുക്ക് വളരെ സുപരിചിതമാണ്, നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട് ധൂർത്തപുത്രൻ്റെ ഉപമ. അപ്പോൾ ധൂർത്തപുത്രൻ്റെ ഉപമ ഈശോ പറഞ്ഞതിൻ്റെ ലക്ഷ്യം എന്താണ്? ഒരാൾ തെറ്റ് ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയാലും, ദൈവത്തിൽ നിന്ന് മാറിപ്പോയാലും അവരെ തള്ളിക്കളയുകയല്ല ദൈവം ചെയ്യുക. ദൈവം ഇവിടെ നമ്മൾ ഈ കഥയിൽ കാണുന്ന പിതാവിനെ പോലെ ഓരോ പാപിയും തിരികെ വരുന്നത് വഴിക്കണ്ണുമായി നോക്കിയിരിക്കുകയാണ്. അപ്പം നമ്മൾ തിരികെ വരുമ്പോൾ ഓടി വന്ന് നമ്മളെ ആലിംഗനം ചെയ്ത് നമ്മളെ പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരികയും ബാക്കിയുള്ളവരുമായിട്ടെല്ലാം ചേർന്ന് നമ്മുടെ തിരിച്ചുവരവ് ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു പിതാവിനെ അവതരിപ്പിക്കുന്നതിലൂടെ നമ്മുടെ സ്നേഹമുള്ള പിതാവായ ദൈവം ഇങ്ങനെയാണ് എന്ന് ഈശോ പറഞ്ഞു തരുന്നു. അപ്പോൾ ഈ ഉപമ നമുക്കൊന്ന് നിങ്ങൾക്കറിയാവുന്ന ഉപമയാണ്. അപ്പോൾ നമ്മളതൊന്നുകൂടി ഒന്ന് ഓർമ്മിക്കാം. അപ്പോൾ ഒരു പിതാവിന്, സാധാരണക്കാരനായ പിതാവല്ല, ധനവാനായ ഒരു പിതാവിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അതിൽ ഇളയവൻ, മൂത്തവൻ അപ്പൻ്റെ കൂടെ നിന്നു. ഇളയവൻ അപ്പനോട് പറഞ്ഞു, പിതാവേ, സ്വത്തിൽ എൻ്റെ ഓഹരി എനിക്ക് തരിക. അപ്പോൾ പിതാവിൻ്റെ സ്വത്താണ്, പിതാവ് സമ്പാദിച്ച സ്വത്താണ്, പൈതൃകമായിട്ട് കിട്ടിയ, അല്ലെങ്കിൽ പിതാവിന് കുടുംബപരമായിട്ട് കിട്ടിയതാണ്. അപ്പോൾ അതിൽ നിന്നും ഇവൻ ഓഹരി ചോദിച്ച് വാങ്ങിക്കുകയാണ്. എന്നിട്ട് ഇവൻ ഇതെല്ലാം ശേഖരിച്ചു കൊണ്ട് വിദൂരദേശത്തേക്ക് പോയി എന്നാണ് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുക. ഇതെല്ലാം ശേഖരിച്ചു കൊണ്ട് പോയി എന്ന് പറയുമ്പോൾ തീർച്ചയായും അവന് കിട്ടിയ സാധനങ്ങളൊക്കെ അവൻ വിറ്റ് പറക്കി ആയിരിക്കും പണം കയ്യിലാക്കി കൊണ്ടുപോയത്, അല്ലാതെ വസ്തുവകകളോ ആടുമാടുകളെയോ ഒന്നും ആയിരിക്കില്ലല്ലോ കൊണ്ടുപോയത്. അപ്പോൾ എന്നിട്ട് ഇവൻ ഈ പണമെല്ലാം ചെലവാക്കി ധൂർത്തനായി ജീവിച്ചു. ധൂർത്തനായി ജീവിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന എങ്ങനെ ഈ പണം വന്നു, ഈ ഐശ്വര്യങ്ങളെല്ലാം, ഈ നന്മകളെല്ലാം നമുക്ക് എങ്ങനെ ഉണ്ടായി എന്നവനങ്ങ് മറന്നു കളഞ്ഞു. എന്നിട്ട് അവനുണ്ടായിരുന്ന നന്മകൾ, അല്ലെങ്കിൽ അവന് പിതാവിൽ നിന്ന് കിട്ടിയ നന്മകൾ അവൻ കണ്ടില്ല എന്ന് വെച്ച് അവൻ സ്വന്തം ഇഷ്ടം പോലെ ജീവിച്ചു. ദൈവം അങ്ങനെയാണല്ലോ. നമ്മൾ ഏദൻ തോട്ടത്തിൽ എന്തായിരുന്നു? ഏദൻ തോട്ടത്തിൽ നിറയെ നന്മകളായിരുന്നു അല്ലേ? പക്ഷേ അരുതെന്ന് പറഞ്ഞ 2 കാര്യം അവിടെ ഉണ്ടായിരുന്നു അല്ലേ? വൃക്ഷത്തിൻ്റെ പഴം കഴിക്കരുതെന്ന് പറഞ്ഞു. ഇവരെന്ത് ചെയ്തു? അത് തന്നെ കഴിച്ചു. അപ്പം മനുഷ്യന് ദൈവം തന്നിട്ടുള്ള ഒരു വലിയ പ്രത്യേകതയാണ്, നമുക്കൊരു സ്വാതന്ത്ര്യമുണ്ട്, നല്ലതും ചീത്തയുണ്ട്, അതിനകത്തുനിന്ന് ഏത് വേണമെങ്കിലും നമുക്ക് സ്വീകരിക്കാം. അപ്പോൾ ഇവൻ എന്ത് ചെയ്തു? ഈ സമ്പത്ത് മുഴുവനും കൊണ്ടുപോയി ധൂർത്തടിച്ച് നശിപ്പിച്ചു കളഞ്ഞു. അപ്പോൾ അവിടെ ഒരു വലിയ ക്ഷാമമുണ്ടായി. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുന്ന കുറേ നമ്മളെല്ലാം അങ്ങ് കുറേ ആസ്വദിച്ച് കഴിയുമ്പോൾ ഇതിനോടൊക്കെ ഒരു മടുപ്പ് തോന്നും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ക്ഷാമമാണ്. അപ്പോൾ ഇവിടെ ഒരു ക്ഷാമമുണ്ടായപ്പോൾ അവൻ എന്തു ചെയ്തു? ഒന്നും ഉണ്ടായില്ല. അവന് വിശപ്പടക്കാൻ പോലും ഒന്നുമില്ല. സമൃദ്ധിയിൽ കഴിഞ്ഞവനാണ്, ധനവാന്റെ പുത്രനാണ് ഇവൻ. എന്നിട്ട് അവിടെയുള്ള ഒരാളെ സമീപിച്ചിട്ട് പന്നികളെ മേയ്ക്കാനുള്ള ജോലി തേടി. അപ്പോൾ എത്ര മോശമായ ഒരവസ്ഥയിലേക്കാണ് അവൻ മാറിയതെന്ന് ഓർക്കുക. എന്നിട്ട് പന്നിക്ക് കൊടുക്കുന്ന തവിടെങ്കിലും തിന്ന് ജീവിക്കാൻ അവൻ ആഗ്രഹിച്ചു. അപ്പോൾ അവൻ വലിയ ധനവാന്റെ പുത്രനാണ്. എന്നിട്ട് അവൻ തന്നെ പിന്നീട് പറയുന്നുണ്ട്, എൻ്റെ വീട്ടിലെ
പിതാവിൻ്റെ സേവകർ ഇതിലും എത്രയോ നന്നായാണ് ജീവിക്കുക. അപ്പോൾ ആ സേവകരെക്കാളും വളരെ താഴ്ന്ന ഒരവസ്ഥയിലേക്ക് ഇവൻ പോകുന്നു. അപ്പോൾ അവന് പന്നികളുടെ തവിട് പോലും കിട്ടാതായ ഒരവസരത്തിൽ അവന് സുബോധം ഉണ്ടായി. നമ്മൾ ആ വാക്ക് കേട്ടോ, സുബോധം ഉണ്ടായി. എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ഇനി അവിടുന്ന് അവന് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് വരുന്ന ഒരവസരത്തിലാണ് അവന് ബോധമുണ്ടാകുന്നത്. എന്തായിരിക്കും ആ ബോധം? എനിക്കൊരു നല്ല പിതാവുണ്ടെന്നും ആ പിതാവിൻ്റെ പക്കൽ നിന്ന് കിട്ടിയ എല്ലാ സമ്പത്തും ഞാൻ നശിപ്പിച്ചു കളഞ്ഞെന്നും അതുകൊണ്ടാണ് എനിക്ക് ഈ ഗതി വന്നതെന്നും ഇനി എനിക്ക് പോകാൻ വേറൊരു സ്ഥലവും ഇല്ല, ആ പിതാവ് മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവ്. അപ്പോൾ അവൻ എണീറ്റിട്ട് അവൻ ഇങ്ങനെ ചിന്തിച്ചു, എൻ്റെ പിതാവിൻ്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു, ഞാനോ ഇവിടെ വിശന്ന് മരിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും. ഞാൻ അവനോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായും നിൻ്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു, നിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുവാൻ ഇനി ഞാൻ യോഗ്യനല്ല. നിൻ്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 18-19 തിരുവചനങ്ങളാണ്. അപ്പോൾ ഇവന് ബോധമുണ്ടായപ്പോൾ ഇവൻ എന്താ പറയുന്നത്? ഞാൻ എഴുന്നേൽക്കും, പിതാവിൻ്റെ അടുത്തേക്ക് പോകും. അവിടെ ചെന്ന് അവകാശം പറയുകയാണോ? അല്ല. അവിടെ ചെന്നിട്ട് പറയും, ഞാൻ തെറ്റ് ചെയ്തു പോയി. അപ്പോൾ പശ്ചാത്തപിച്ചു. അവൻ അനുതാപമുണ്ടായി, അവന് സങ്കടം വന്നു. അനുതാപം എന്ന് പറയുന്നത് ഞാൻ തെറ്റ് ചെയ്തല്ലോ എന്നോർത്ത് എനിക്കുണ്ടാകുന്ന സങ്കടമാണത്. എന്നിട്ട് ഇനി ഒരിക്കലും ഇങ്ങനെയൊന്ന് ചെയ്യില്ല എന്ന് തീരുമാനിക്കുകയാണ്. അപ്പോൾ അവൻ പറയും, എനിക്കിനിയും മകൻ്റെ സ്ഥാനമൊന്നും വേണ്ട, ഒരു ദാസനായി എന്നെ സ്വീകരിച്ചാൽ മതി, എനിക്ക് ഭക്ഷണം കഴിച്ച് സുഖമായി ഇവിടെ താമസിക്കാമല്ലോ. അത്രയും മാത്രമേ അവനപ്പോൾ ചിന്തിക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ആരെയാ കാണുക? ശരിക്കും തെറ്റ് ചെയ്ത് അകന്നു പോകുമ്പോൾ നമ്മൾ മാനസാന്തരപ്പെട്ട് പശ്ചാത്തപിച്ച് അനുതപിച്ച് ദൈവത്തിലേക്ക് തിരിഞ്ഞു വരുന്ന ഒരു പാപിയെയാണ് ഈശോ ഈ ധൂർത്തപുത്രനിലൂടെ അവതരിപ്പിക്കുക. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുമ്പോൾ ഇവൻ ആകപ്പാടെ ക്ഷീണിച്ചാണ്, അവശനായാണ്, കീറിപ്പറിഞ്ഞ വസ്ത്രമാണ്, ഭക്ഷണമൊന്നും കഴിക്കാതെ അവൻ മെലിഞ്ഞ് ഉണങ്ങി എല്ലും തോലുമായൊക്കെയാണ് ചെല്ലുക. പക്ഷേ പിതാവ് അവനെ വളരെ ദൂരത്തുനിന്നേ തിരിച്ചറിഞ്ഞു. എന്നിട്ട് പിതാവ് ഓടി ഇറങ്ങി ചെല്ലുകയാണ്. അപ്പോൾ പിതാവിൻ്റെ അടുത്തേക്ക് ഇവൻ വരുമ്പോഴത്തേക്കും ഇവൻ പിതാവിൻ്റെ കാലിൽ വീണിട്ടുണ്ടാവും. എന്നിട്ട് പറഞ്ഞു, പിതാവേ, സ്വർഗത്തിനെതിരായും നിൻ്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു, നിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. അപ്പോൾ സ്നേഹമുള്ള ഒരു പിതാവ് എന്തായിരിക്കും അപ്പോൾ ചെയ്യുക? താഴെ വീണ മകനെ പിടിച്ചെണ്ണീപ്പിച്ച് പിതാവ് അവൻ്റെ ദേഹത്ത് അഴുക്കുണ്ടോ എന്നൊന്നും നോക്കുകയല്ല, അവനെ കെട്ടിപ്പിടിച്ച് മാറോടണച്ച് അവനെ ആശ്വസിപ്പിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ പിതാവ് അവനെ എണ്ണീപ്പിച്ചു, പിതാവ് അവനോട് ക്ഷമിച്ചു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്ര നാളത്തെ എല്ലാം പിതാവ് മറന്നുപോയി. എന്നിട്ട് അവനോട് ക്ഷമിച്ചു, വളരെയധികം സന്തോഷിച്ചു. എന്നിട്ട് ജോലിക്കാരോട് ഇപ്രകാരം പറഞ്ഞു, മകനെ മേൽത്തരം വസ്ത്രം ധരിപ്പിക്കുക. സാധാരണ വസ്ത്രമൊന്നുമല്ല, ധനവാന്റെ, ഇവൻ പറയുന്നത് ദാസനാക്കിയാൽ മതി എന്നാണ്. പക്ഷേ ധനവാൻ പറയുന്നത് എന്താ? ധനവാന്റെ പുത്രന് ചേർന്ന വിധത്തിലുള്ള മേൽത്തരം വസ്ത്രം ധരിപ്പിക്കുക, കയ്യിൽ മോതിരം, അതായത് ആഭരണമൊക്കെ അണിയിക്കുക, കാലിൽ ചെരുപ്പ് അണിയിക്കുക. എന്നിട്ട് ദാസന്മാരോട് വീണ്ടും പറഞ്ഞു, തൻ്റെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ സന്തോഷം പങ്കുവയ്ക്കാനായി കൊഴുത്ത ഒരു കാളക്കുട്ടിയെ കൊന്ന് വിരുന്നൊരുക്കുക. അപ്പോൾ ഇഷ്ടംപോലെ ആടുമാടുകളുള്ള ഒരു പിതാവാണ് ഏതെങ്കിലും ഒരു കാളക്കുട്ടിയെ എന്നല്ല പറഞ്ഞത്, ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത്. അപ്പം നമ്മളിവിടെ കാണുന്നത് എന്താ? എല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് വരുന്ന മകനെ ധനവാന്റെ മകൻ എന്നതുപോലെ തന്നെ എല്ലാം കൊടുത്ത്, ഒന്നിലും ഒരു കുറവ് വരാതെ എല്ലാം കൊടുത്ത് സ്വീകരിക്കുന്ന ഒരു പിതാവിനെയും, എന്നിട്ട് എല്ലാവരെയും വിളിച്ചുകൂട്ടി നല്ല രുചികരമായ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ആഹ്ലാദിക്കുന്ന
ഒരു കുടുംബനാഥനെയുമാണ് കാണുക. എന്നിട്ട് പിതാവ് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ഈ മകൻ മൃതനായിരുന്നു. മൃതൻ എന്ന് പറഞ്ഞാൽ മരിച്ചവൻ. അവൻ ഇതാ വീണ്ടും ജീവിക്കുന്നു. അവൻ നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ മൃതനായിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താ അവിടെ ഉദ്ദേശിക്കുക? അവൻ പിതാവിൻ്റെ സ്നേഹത്തിൽ നിന്നും അകന്നു പോയിരുന്നു. അതായത് ദൈവസ്നേഹത്തിൽ നിന്നും നമ്മൾ അകന്നിരിക്കുന്ന ഒരവസ്ഥയാണ് മൃതാവസ്ഥ എന്ന് പറയുക. നമ്മൾ മരിച്ചു പോകുന്നത് മാത്രമല്ല, അത് നമ്മൾ ജീവന് അത് നമ്മൾ ഭൗതികമായിട്ട് പറയുന്നതാണ് മരിച്ചു പോവുക എന്ന് പറയുക. പക്ഷേ തത്വചിന്താപരമായിട്ട് നമ്മൾ പറയുമ്പോൾ മൃതമായിരിക്കുന്ന അവസ്ഥയെന്ന് പറയുന്നത് നന്മയിൽ നിന്നും നമ്മൾ മാറി നിൽക്കുന്ന അവസ്ഥ. അപ്പോൾ പിതാവ് പറയുന്നു, അവൻ മൃതനായിരുന്നു, പക്ഷെ അവനിപ്പോൾ ജീവിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവനെ നഷ്ടപ്പെട്ടു പോയിരുന്നു, ഇവനെ കണ്ടുകിട്ടി. അതുകൊണ്ട് തന്നെ നമ്മൾ ആഹ്ലാദിച്ച് ഉല്ലസിക്കുക. അപ്പോൾ ഇതുപോലെയാണ് സ്വർഗീയ പിതാവും. അപ്പോൾ ഭൗതികമായ ഒരു പിതാവിനെ കാണിച്ചു കൊടുത്തിട്ട് നമുക്കറിയാം മനുഷ്യന് എത്ര കുറവുകളുള്ളവനാണ്. സ്വർഗസ്ഥനായ പിതാവോ എല്ലാം നിറവുകൾ മാത്രമാണ്, പൂർണ്ണതയാണ് ദൈവമെന്ന് പറയുക. ഒരു സാധാരണ മനുഷ്യന്, നഷ്ടപ്പെട്ടു പോയ മകനെ ഇത്ര സന്തോഷത്തോടെ സ്വീകരിക്കാനും സൽക്കരിക്കാനും അവൻ്റെ തിരിച്ചുവരവ് ആഘോഷിക്കാനും പറ്റുന്നെങ്കിൽ എത്ര വലുതായിരിക്കും സ്വർഗസ്ഥനായ പിതാവ് നമ്മളുടെ തിരിച്ചുവരവ് ആഘോഷിക്കുന്നത്. സ്വർഗം എന്തുമാത്രം സന്തോഷിക്കുമായിരിക്കും. അപ്പോൾ നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം എന്താണ്? നന്മയും തിന്മയും നമ്മുടെ മുമ്പിലുണ്ട്. ഏത് വേണമെന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. അതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യം നമ്മൾ പലപ്പോഴും ദുരുപയോഗം ചെയ്യാറുണ്ട്. ദൈവത്തിൻ്റെ ഇഷ്ടത്തിനെതിരായി നമ്മൾ പലപ്പോഴും തെറ്റ് ചെയ്യാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ അടുക്കലേക്ക് നാം അനുതപിച്ച് തിരിച്ചു വരുമ്പോൾ ദൈവം നമ്മെ സ്വീകരിക്കും, സ്വർഗം ഇതിൽ സന്തോഷിക്കും. അപ്പോൾ ഈ അനുതാപത്തിനുള്ള കൂദാശയാണ് വിശുദ്ധ കുമ്പസാരമായിട്ട് നമുക്ക് സഭ നൽകിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണെങ്കിൽ ദൈവത്തിൻ്റെ കാരുണ്യം യാചിക്കണം, ക്ഷമയാചിക്കണം. കണ്ണുനീരോടെ ഈശോയുടെ അടുത്തേക്ക്, പിതാവായ ദൈവത്തിൻ്റെ അടുക്കലേക്ക് തിരിച്ചു ചെല്ലുന്ന ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും ധൂർത്തപുത്രനെ എപ്രകാരം പിതാവ് സ്വീകരിച്ചോ അതിലും വലിയ സന്തോഷത്തോടെ സ്നേഹമുള്ള പിതാവ് നമ്മെ ഓരോരുത്തരെയും സ്വീകരിക്കും. അപ്പോൾ ഇതാണ് ധൂർത്തപുത്രൻ്റെ കഥ നമുക്ക് പറഞ്ഞു തരുന്ന പാഠം. അപ്പം നമുക്ക് വലിയ നൊയിമ്പിലെ ഒരു പ്രാർത്ഥനയാണ് ഈ കൂട്ടത്തിൽ പഠിക്കാനുള്ളത്. കരുണ നിറഞ്ഞവനായ കർത്താവേ, നിൻ്റെ വാതിൽക്കൽ മുട്ടുന്നവരായ സകല പാപികളെയും പാപമോചനത്തിന് യോഗ്യരാക്കണമേ. അപ്പോൾ പാപമോചനത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്. നോമ്പുകാലം എന്ന് പറയുന്നത് അതാണല്ലോ, നമ്മളൊരു തിരിച്ചുവരവിൻ്റെ കാലമാണ് നോമ്പുകാലം. നോമ്പുകാലത്തിലെ പ്രാർത്ഥനകളിലെല്ലാം നമ്മൾ കാണുക ഇങ്ങനെ നമ്മൾ ചെയ്തു പോയ തെറ്റുകളെ പറ്റി ഓർത്ത് മനസ്തപിക്കുന്ന പ്രാർത്ഥനകളാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ ഒരു വചനം നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. നമ്മൾ വായിച്ചതാണ്, എൻ്റെ മകൻ മൃതനായിരുന്നു, അവനിതാ വീണ്ടും ജീവിക്കുന്നു. അവൻ നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിനോട് കൂടി തന്നെ ഷീമോ തിങ്കൾ അന്നത്തെ ഒരു ഗാനം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. തിങ്കളാഴ്ച ദിവസത്തെ സന്ധ്യാപ്രാർത്ഥനയിലെ ഒരു ഗാനം, അത് നമുക്ക് ഒന്ന് കേൾക്കാം. സ്വർഗം മുൻതവ സന്നിധിയും നാഥാപാപം ചെയ്തൊരയോഗ്യൻ ഞാൻ, പുത്രനതല്ലിന് ഭൃത്യൻ പോൽ താപക ഭവനേ സ്വീകൃതനാകേണം. ഇന്ന് നിങ്ങൾക്ക് തരുന്ന ഹോംവർക്ക് 2 കാര്യമാണ്. ഒന്ന്, 51-ാം സങ്കീർത്തനം നിങ്ങൾ കാണാതെ പഠിക്കണം. ഈ 51-ാം സങ്കീർത്തനം നിങ്ങളുടെ പുസ്തകത്തിൽ അവസാനത്തെ പേജിൽ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് പഠിക്കാനായിട്ട് തന്നിട്ടുണ്ട്. ഈ സങ്കീർത്തനങ്ങൾ എഴുതിയത് ദാവീദ് ആണെന്ന് നമുക്കറിയാം, ദാവീദ് മഹാരാജാവാണ്. ഈ 51-ാം സങ്കീർത്തനം എഴുതുന്നതിന് ഒരു സാഹചര്യമുണ്ടായിരുന്നു. 2 സാമുവേൽ 11-ാം അധ്യായം 11-12 അധ്യായങ്ങളിലാണ് നമ്മളിത് വായിക്കുക. ദാവീദ് മഹാരാജാവ് 10-ാം പ്രമാണവും 5-ാം പ്രമാണവും ലംഘിക്കുന്നുണ്ട്. അതായത് ഊറിയ എന്ന് പറയുന്ന ഒരാളുടെ ഭാര്യ ബേത്ഷേബയെ ചതിയിലൂടെ സ്വന്തം ഭാര്യയാക്കുന്നതും
അപ്പോൾ നാഥാൻ പ്രവാചകൻ ദൈവകോപത്തെപ്പറ്റി ദാവീദിനോട് അറിയിക്കുന്നതുമായ ഒരവസരത്തിൽ ദാവീദിന് തൻ്റെ തെറ്റിനെപ്പറ്റി ബോധ്യം വരികയും ദാവീദ് പശ്ചാത്തപിക്കുകയും അനുതപിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മുൻപാകെ മാപ്പ് അപേക്ഷിക്കുകയും ചെയ്യുന്നതാണ് 51 സങ്കീർത്തനം. നമ്മൾ സ്ഥിരമായിട്ട് പ്രാർത്ഥനകളിൽ ചൊല്ലുന്ന ഒരു സങ്കീർത്തന ഭാഗമാണ് എന്ന് തന്നെയല്ല, എല്ലാ ദിവസവും നിർബന്ധമായും നമ്മൾ ചൊല്ലിയിരിക്കേണ്ട ഒരു സങ്കീർത്തന ഭാഗമാണ് 51 സങ്കീർത്തനം. എല്ലാ ദിവസവും നിങ്ങളതൊരു ശീലമാക്കണം. ദൈവമേ, നിൻ്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ, നിൻ്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ എന്ന് നമ്മൾ പ്രഭാത പ്രാർത്ഥനയിലൊക്കെ നിങ്ങൾക്ക് പരിചിതമായ ഒരു സങ്കീർത്തനമാണ് ഇത്. കാണാതെ പഠിക്കുക മാത്രമല്ല, എല്ലാ ദിവസവും വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പ് ഇത് നിർബന്ധമായി നിങ്ങൾ ചൊല്ലിയിരിക്കണം. നമ്മൾ ദൈവത്തിൻ്റെ അടുത്തിലേക്ക് തിരിച്ചു വരുന്ന പശ്ചാത്താപത്തിൻ്റെ ഒരു സങ്കീർത്തനമാണ്. രണ്ടാമത് നിങ്ങൾക്കൊരു ഹോംവർക്കും കൂടെ തരികയാണ്. നമ്മൾ ഇതുപോലെ കുറേ പേരെ ബൈബിളിൽ മനസ്സിലാക്കുന്നുണ്ട്. അതായത് പശ്ചാത്തപിച്ച് ദൈവത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ദൈവം അവരെ സ്വീകരിക്കുന്നത്. ഉദാഹരണത്തിന് 1-2 പേരുടെ പേരുകൾ പറയാം. നിങ്ങളിത് തന്നെ വേണമെങ്കിൽ നിങ്ങളുടെ ഹോംവർക്കിൽ ഉൾപ്പെടുത്താം. ഒന്ന്, മഗ്ദലന മറിയം. അതായത് കാലിൽ കണ്ണുനീര് കൊണ്ട് പാദങ്ങൾ കഴുകി ഈശോയുടെ പാദങ്ങൾ തലമുടി കൊണ്ട് തുടച്ചിട്ട് മഗ്ദലന പറയും അങ്ങനെ തൻ്റെ പാപത്തെ ഓർത്ത് പശ്ചാത്തപിച്ച് അനുദപിക്കുന്ന ഉടനെ ഈശോ പറയുന്നത് എല്ലാവരും കുറ്റം പറഞ്ഞു, ഇവള് പാപിയാണെന്ന് ഇവൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞ ഉടനെ ഈശോ പറഞ്ഞതാണ്, എവിടെയെല്ലാം സുവിശേഷം പ്രസംഗിക്കപ്പെടുമോ അവിടെയെല്ലാം ഇവളുടെ കാര്യവും പറയും. എത്ര വലിയൊരു സ്വീകരണമാണ് ഈശോ നൽകിയത്. രണ്ടാമത് നമ്മൾ കാണുന്ന ഒരു വ്യക്തിയാണ് വിശുദ്ധ പത്രോസ്ലീഹ. ഈശോയെ തള്ളി പറഞ്ഞു, എനിക്ക് അവനെ അറിയത്തേയില്ല എന്ന് പറഞ്ഞു. പക്ഷേ പത്രോസ് എന്താ ചെയ്തത്? കരഞ്ഞ് പത്രോസ്ലീഹയുടെ മുഖത്ത് 2 ചാലുകളുണ്ടായി എന്നാണ് പറയുക, കരഞ്ഞിട്ട്. അപ്പോൾ തിരിച്ചു വന്ന് പത്രോസ്ലീഹ ആരായി മാറി? സഭയുടെ തലവനായി മാറി. അതുപോലെ വിശുദ്ധ പൗലോസിനെ നമ്മൾ കാണുന്നു, സെയിൻറ്റ് അഗസ്റ്റിനെ നമ്മൾ കാണുന്നു. നമ്മൾ ഒരുപാട് വിശുദ്ധരെ ഇങ്ങനെ കാണുന്നുണ്ട്. പൂർവ്വകാലം അവർ വളരെ മോശമായി ജീവിച്ചെങ്കിലും പിന്നീട് ഈശോയിലേക്ക് തിരിഞ്ഞു വന്ന ആൾക്കാർ. അപ്പോൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും 2 പേരെ പറ്റി നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതുക, എന്നിട്ട് നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കുക. അപ്പോൾ ഒരു കാര്യം മറക്കാതിരിക്കുക, ഡിസംബർ 1 തീയതി തൊട്ട് നമ്മൾ ഉണ്ണീശോയുടെ വരവിന് വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. 25 ദിവസത്തെ നോമ്പ് നിങ്ങൾ കർശനമായി നോക്കുക. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ഉപേക്ഷിക്കാൻ നമുക്ക് എളുപ്പമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം, ചിലപ്പോൾ നിങ്ങൾക്ക് മുട്ടായി ആയിരിക്കും ഇഷ്ടം, ചിലപ്പോൾ ഐസ്ക്രീം ആയിരിക്കും ഇഷ്ടം. ഏതാണോ ഇഷ്ടമുള്ള ഒരു കാര്യം നിങ്ങൾ ഉപേക്ഷിക്കുക. മത്സ്യവും മാംസവും നമ്മുടെ വീട്ടിൽ വാങ്ങിക്കുകയല്ല, അതുകൊണ്ട് നമ്മളത് ഉപേക്ഷിക്കുന്നു, അതിൽ കാര്യമില്ല. നമ്മുടെ വീട്ടിലുള്ള ഒരു കാര്യം നിങ്ങൾ ഉപേക്ഷിക്കാനായിട്ട് ശീലിക്കുക. നമ്മുടെ മനസ്സ് ഈശോയ്ക്ക് ജനിക്കാൻ പറ്റിയ പുൽക്കൂടാക്കി മാറ്റുക. അങ്ങനെ നമുക്ക് ഈശോയെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങാം. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല അറിവുകൾക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈശോയെ, തെറ്റ് ചെയ്തു പോകുമ്പോഴെല്ലാം അത് മാനുഷികമാണെന്ന് മനസ്സിലാക്കാനും ദൈവികമായ സ്നേഹത്തിലേക്ക് പശ്ചാത്തപിച്ച് തിരികെ വരാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.